ഗോൾഡ് ഡി റോജറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ തുടങ്ങിയതോടെ പൈറേറ്റ് കിങ് എന്ന ടൈറ്റിലിന്റെ വാല്യൂ പലരും കുറച്ച് കാണാൻ തുടങ്ങിയെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സത്യത്തിൽ അത് സംഭവിക്കാൻ ഒരു കാരണമുണ്ട്. ആദ്യം റോജറിനെ കുറിച്ച് ഒന്നും അറിയാത്ത സമയത്ത് നമ്മൾ എല്ലാവരും വിചാരിച്ചത് വൺ പീസ് ലോകത്തിലെ കേന്ദ്ര ബിന്ദു അദ്ദേഹമാണെന്നാണ്. ഒറ്റയ്ക്ക് ലോകത്തിന്റെ ബാലൻസ് മാറ്റിമറിച്ചവൻ, ഗ്രേറ്റ് പൈറേറ്റ് ഇറയ്ക്ക് തുടക്കമിട്ടവൻ, ഓരോ വലിയ പൈറേറ്റിന്റെയും അന്തിമ ലക്ഷ്യം. പക്ഷേ റോജറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം എത്ര റിലേറ്റബിൾ ആണെന്ന് കണ്ടു. റൂക്കി പൈറേറ്റ് ആയിരുന്ന കാലത്ത് ഷാക്കിയുടെ പിന്നാലെ നടന്നിരുന്ന ഒരു സാധാരണ യുവാവിനെയും നമ്മൾ കണ്ടു. അതേസമയം റോക്സ് ഡി സബക്കിനെ നോക്കൂ. വേൾഡ് ഗവൺമെന്റ് വരെ ഭയന്ന ഒരു ഭീകര ശക്തിയായിട്ടാണ് അവനെ അവതരിപ്പിച്ചത്. അതുകൊണ്ട് പലർക്കും തോന്നാൻ തുടങ്ങിയ റോക്സ് റോജറിനേക്കാൾ കുറച്ച് ഇംപ്രസീവ് ആണെന്ന്. അങ്ങനെ ചില ആരാധകർ റോജറിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഒരു കാര്യം മറക്കരുത്, റോജറിന് പൈറേറ്റ് കിങ് എന്ന ടൈറ്റിൽ ആരും സമ്മാനിച്ചതല്ല, അവൻ അത് സ്വന്തമാക്കിയതാണ്. ലാഫ്റ്റയിൽ എത്തിയത്, ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യം കണ്ടെത്തിയത്, ചരിത്രം മാറ്റിമറിച്ചത്, ഇതെല്ലാം ചെയ്തത് ഗോൾഡ് ഡി റോജർ തന്നെയായിരുന്നു. അതുകൊണ്ട് റോജർ എത്ര റിലേറ്റബിൾ ആയാലും അവൻ പൈറേറ്റ് കിങ് ആയതിനു പിന്നിൽ ഒരു കാരണമുണ്ടായിരുന്നു. തിങ്ക് അബൌട്ട് ദാറ്റ്.